ഹലോ, ഞാൻ ലിബില്ലി. അപ്പം ഞാനിന്ന് ബിഗ് ബോസ് സീസൺ 7 അതിൻ്റെ എപ്പിസോഡ് കണ്ടു. അതായത് ഇന്ന് രണ്ടാം ദിവസമല്ലേ. ഓ, എന്ത് ചവറ! അതായത് വേറെ ഒന്നുമല്ല, ഈ അനീഷ് എന്ന് പറഞ്ഞാൽ, അതായത് ഈ തൃശ്ശൂർ അവിടെ നിന്ന് അങ്ങോട്ട് വന്നത് കോമണറോ ഏതോ ഇതിൽ കയറിയുള്ളേ. അവൻ്റെ വെറുപ്പിക്കൽ എന്തുട്ട് അവൻ്റെ വെറുപ്പിക്കൽ കടന്ന് കാട്ടിക്കൂട്ടുന്നത്. കാരണം അവൻ്റെ സംസാരം ഇതൊക്കെ സ്ലാങ്ങൊക്കെ എന്തോ ഒരു വെറുപ്പിക്കണ ഒരു പോലെയാണ്. പിന്നെ അത് കൂടാണ്ട് മറ്റേ രേണുസുതി ഇന്നിപ്പോൾ കണ്ടപ്പോൾ ഒരു ഫൈറ്റ് ഇറക്കണ്ടേ ആ ഫൈറ്റിൽ കാണായിരുന്നു രേണുസുതിയിലൊക്കെ ഒരു അവളുടെ ഒരു ചില ആ ചില മാത്രമേ അവളുടെ ഉണ്ടായുള്ളൂ. അത് ഞാനൊന്ന് ശ്രദ്ധിച്ചായിരുന്നു. എന്തൊട്ട് ചില അതിൻ്റെ ഇതൊക്കെ നിന്ന് കഴിഞ്ഞാൽ ഞാൻ പറയാം ബിഗ് ബോസിൻ്റെ വില പോവും. കാര്യം ഈ സാധനമില്ലേ, ഇതൊന്നും നമ്മൾ കാണാൻ ആഗ്രഹിക്കില്ല. കാരണം ഞാൻ ഇന്നിപ്പോൾ തന്നെ ഇവിടെ കുറേ പേര് പറഞ്ഞ കാരണം ഞാനിന്ന് ആ വീഡിയോ കണ്ടത് തന്നെ. ആ ബിഗ് ബോസ് ഞാൻ ഇന്ന് ടി വിയിൽ വന്നപ്പോഴാണ് കണ്ടത്. അത് കണ്ടപ്പോൾ തന്നെ എനിക്ക് മടുത്തു. കരഞ്ഞത് കാണാനുള്ള ഒരു ത്രാണി ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ എന്തൊരു ഈ ഫോമൊക്കെ മൂത്ത് വെട്ടുന്ന ഒരു ഗെയിമൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിലത്തെ ആരും മനസ്സിലായിട്ടില്ല. മറ്റേ ബിഗ് ബോസ് അതിന് എന്തുട്ടാ നിയമങ്ങൾ പറയുന്നതേ അതൊന്നും ആർക്കും മനസ്സിലായിട്ടുണ്ടായില്ല. കാരണം എല്ലാവരും ഒരാൾക്ക് തന്നെ പോയി അനീഷിനെ കണ്ട് ഒരു 5-6 തവണ എങ്ങാണ്ട് മറ്റേ മൂത്ത് ഫോം പറ്റി കൊടുത്തു. അവസാനം പറഞ്ഞോണോ അനീഷാണ് ഈ ബിഗ് ബോസിൻ്റെ ഫസ്റ്റ് ക്യാപ്റ്റൻ എന്ന്. എന്തോന്ന് ഊള പരിപാടി അതൊക്കെ. മാത്രമല്ല മറ്റേ രേണുസുതി ആ കിടന്ന് തലവേദന എന്ന് പറഞ്ഞ് കിടന്ന് കാട്ടിക്കൂട്ടിയ ഷോ കണ്ടില്ലേ. അവൾക്ക് എന്ത് തലവേദന ഉണ്ടെന്ന് പറയണേ. എനിക്ക് തോന്നുന്നില്ല അവൾക്ക് ഒരു തലവേദന ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നുണ്ടായില്ല. അതിന് ഡോക്ടറെ വിളിച്ചെന്നൊരു തലവേദന കണ്ടുപിടിക്കാൻ പറ്റുമോ? ഓരോരോ വെറുപ്പിക്കൽ. അപ്പം ഇത് തന്നെയായിരിക്കും ഇനി ഒരു 100 ദിവസം ഇത് തന്നെയായിരിക്കുള്ളൂ ഈ ചിലവില. പിന്നെ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. ആ ശൈത്യ എന്ന് പറഞ്ഞ ഒരു പെണ്ണില്ലേ, ശൈത്യ. ഇന്നിപ്പോൾ ആ പെണ്ണ് മേക്കപ്പ് ഇട്ടുള്ള അത് കാരണം ആ പെണ്ണിൻ്റെ മുഖം നിങ്ങൾ ശ്രദ്ധിച്ചാൽ മേക്കപ്പ് ഇടാതെ കാരണം ഒരു 10 വയസ്സ് കൂടി പോലെയാണ്. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. അതായത് മേക്കപ്പ് ഇട്ടപ്പോൾ ആ വയസ്സ് ഭയങ്കരമായിട്ട് മേക്കപ്പ് ഇടാണ്ടിരിക്കുമ്പോൾ വയസ്സ് കൂടുതലായിട്ട് തോന്നുന്നുണ്ട്. കാരണം ഇന്നലെയൊക്കെ കാണുമ്പോൾ എന്ത് രസമായിരുന്നു. പിന്നെ അത്രയൊക്കെ ഉള്ളൂ. അതായത് മേക്കപ്പ് ഇടാണ്ടിരുന്ന തനി കോലം അറിയാമെന്ന് പറയില്ലേ. പിന്നെ അതുമാത്രമല്ല അനുമോള് മറ്റോണം ക്യൂട്ട്നെസ് വിതറിയെന്നും പറഞ്ഞ് മറ്റേ അനീഷ് അവൻ കിടന്ന് അവിടെ എന്നിട്ട് ഷോ ഒക്കെ കാട്ടണ്ടായില്ല. എന്തൊക്കെ പറഞ്ഞാലും ഇമാതിരി ഈ എന്തിട്ട് ഒരു കലവില ആ ബിഗ് ബോസിൽ മൊത്തം ഈ കലവില മാത്രമല്ലേ. അതിൻ്റെ ഇടയ്ക്ക് ഷോ ഇറക്കാൻ കുറേ പേര്. അവരുടെ പേരൊന്നും എനിക്ക് അറിയാൻ പാടില്ല. അത് നിങ്ങൾ ഇനിയിപ്പോൾ നെറ്റിൽ ഡൗൺലോഡ് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമായിരിക്കും. ഇതൊക്കെ തന്നെ ഉള്ളൂ. എന്തോന്നും വെറുപ്പിക്കല പരിപാടി. എന്തായാലും ഇതിനെക്കുറിച്ച് കൂടുതലും അഭിപ്രായം ഒന്നും പറയാനില്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഇതിപ്പോൾ തന്നെ എൻ്റെ അടുത്ത് കാണാൻ പറഞ്ഞത് നമ്മുടെ യൂട്യൂബിൽ ലൈവ് ചെയ്യുന്നവരെ നമ്മുടെ അടുത്ത് കാണാൻ പറഞ്ഞു തന്നെ. പക്ഷേ അവരുടെ അടുത്തൊക്കെ ഞാൻ പറയാണ് ഈ സാധനമൊന്നും കാണാനൊന്നും പറ്റില്ല. കാരണം അതിനുള്ള ത്രാണിയൊന്നും ഒരാൾക്കും ഉണ്ടാവില്ല. പിന്നെ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ ഇനി ഇതേപോലെ തന്നെ ഒരു 10-30 ദിവസം. അതായത് രേണുസുതിക്കൊക്കെ എനിക്ക് തോന്നുന്നു ഞാൻ എവിടെയും കണ്ട് കേട്ടതാണ്. അതായത് 1 ലക്ഷം ഒരു ദിവസം പറഞ്ഞു രേണുസുതി. 1 ലക്ഷം കൊടുക്കാൻ പറ്റില്ല, 50,000 തരാൻ പറഞ്ഞു. അപ്പോൾ റെഡി എന്ന് പറഞ്ഞ് കയറിപ്പോയതാണ് കണ്ട രേണുസുതി. അങ്ങനെ ഞാൻ അറിഞ്ഞു. അത് ശരിയാണെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഇത്രയും പൈസയൊക്കെ കൊടുത്ത് ഇവരുടെ എന്തോന്ന് ഷോയാണ് ഇതിൽ കിടന്ന് കാട്ടിക്കൂട്ടുന്നത്. ഈ മുഴുവനും ഈ വെറുപ്പിക്കൽ മാത്രമല്ലേ. ഇപ്പം രേണുസുതി അവിടെ ഒച്ചയെടുത്ത് കഴിഞ്ഞാൽ തനി ഈ കോളനിയിലെ പെണ്ണുങ്ങളില്ലേ അതേപോലെ തന്നെ രേണുസുതിയുടെ സൗണ്ട് ഒരുമാതിരി ഈ എന്താ പറയണേ ഈ കാറന്ത് അതന്നെ രേണുസുതി കാറിന സൗണ്ടൊക്കെ ഇട്ടില്ല. വെറുപ്പിക്കലാണ്. എന്തായാലും ഇനി കണ്ടു നോക്കാം ഇനിയുള്ള ദിവസങ്ങളിൽ. അറിയാൻ പാടില്ല.